ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൗഹൃദത്തിലെ ഒരു പുതിയ ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ജപ്പാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സനായി തക്കൈച്ചി തന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനം നടത്തി. ന്യൂഡൽഹിയിൽ നടന്ന 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി കേവലം ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നില്ല, മറിച്ച് വരും ദശാബ്ദങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പ്രതിരോധ മേഖലകളെ മാറ്റിമറിക്കാൻ പോകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളുടെ വേദിയായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന പങ്കാളികളിൽ ഒന്നിന്റെ നേതാവായി മാത്രമല്ല, മറിച്ച് തന്റെ കുഞ്ഞു പെങ്ങൾ യങ്ങർ സിസ്റ്റർ എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സനായി തക്കൈച്ചിയെ പരിചയപ്പെടുത്തിയത്. ഉച്ചകോടിയുടെ ഏറ്റവും വലിയ ആകർഷണം ജപ്പാനിൽ നിന്നുള്ള വമ്പൻ നിക്ഷേപ പ്രഖ്യാപനങ്ങളാണ്. ജാപ്പനീസ് വ്യവസായ മേഖല ഇന്ത്യയിൽ ഏകദേശം $12.5 ബില്യൺ, അതായത് ഏകദേശം 2 ട്രില്യൺ yen നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി 129 പുതിയ ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും കമ്പനികൾ ഒപ്പുവെച്ചു. അടുത്ത 10 വർഷത്തിനുള്ളിൽ $68 ബില്യൺ സ്വകാര്യ നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണിത്. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രത്യേക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നേതൃത്വത്തിൽ നേരിട്ട് ജാപ്പനീസ് നിക്ഷേപകരുമായി ചർച്ച നടത്താൻ ജപ്പാൻ ബിസിനസ് വീക്ക് സംഘടിപ്പിക്കും. നിലവിൽ 1400-ലധികം ജാപ്പനീസ് കമ്പനികളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ആഗോളതലത്തിൽ സപ്ലൈ ചെയിൻ നേരിടുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് ജോയിന്റ് റോഡ് മാപ്പ് ഫോർ എക്കണോമിക് സെക്യൂരിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെമി കണ്ടക്ടർ മേഖലയിലെ സഹകരണമാണ്. ചിപ്പ് നിർമ്മാണത്തിൽ ഒന്നിച്ച് നിക്ഷേപം നടത്താനും വിപണിയിലെ തടസ്സങ്ങൾ നേരിടാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇതുകൂടാതെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്രിട്ടിക്കൽ മിനറൽസ് എന്നിവയിലും സഹകരണമുണ്ടാകും. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രണങ്ങൾ മറികടക്കാൻ അപൂർവ ധാതുക്കളുടെ സപ്ലൈ ലൈനുകൾ ശക്തമാക്കും. കൂടാതെ ജപ്പാന്റെ ഹാർഡ്വെയർ മികവും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കരുത്തും ഒന്നിപ്പിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് മേഖലകളിൽ ഒരു പുതിയ സംയുക്ത ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനും തീരുമാനമായി. പ്രതിരോധ രംഗത്ത് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയും ജപ്പാനും സംയുക്തമായി സൈനിക ഹാർഡ്വെയറുകൾ വികസിപ്പിക്കാനും തീരുമാനിച്ചു. ഇത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ കരുത്താകും. ഇന്ത്യൻ സേനയുടെ പ്ലാറ്റ്ഫോമുകൾക്കായി സ്റ്റെൽത്ത് റഡാർ ആന്റിന സാങ്കേതിക വിദ്യ കൈമാറുന്ന കാര്യത്തിലും ചർച്ചകൾ നടന്നു. ഇന്ത്യ ജപ്പാൻ സൗഹൃദത്തിന്റെ ഐക്കണായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. 58 കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതിയുടെ ആദ്യഘട്ടം 2027 പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. $17 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പ്രൊജക്ടിന്റെ 81% തുകയും ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി അഥവാ JICA ലോൺ വഴിയാണ് നൽകുന്നത്. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണ്. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ ജപ്പാൻ ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റീരിയൽ മീറ്റിംഗ് നടക്കുമെന്നും നേതാക്കൾ സ്ഥിരീകരിച്ചു. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ആദ്യത്തെ നിർണായക പ്രതിരോധ സഹവികസന കരാറിന്റെ പ്രഖ്യാപനത്തോടെയാണ് ഉച്ചകോടി സമാപിച്ചത്. 2027 ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ വെറുമൊരു സാമ്പത്തിക പങ്കാളിത്തത്തിൽ നിന്ന് മാറി AI, സെമി കണ്ടക്ടർ, ബഹിരാകാശം, പ്രതിരോധം തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും ഈ സൗഹൃദം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിലെ 2 വലിയ ജനാധിപത്യ രാജ്യങ്ങളുടെ ഈ ഒത്തുചേരൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.